ഹായ് മക്കളെ, അപ്പോൾ ദാ ഓണം എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാത്തവരായിട്ട് എത്ര പേരുണ്ട്? നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്ത് നോക്കുക. ഇനിയുള്ള നമുക്ക് മുന്നിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. ഈ ഒരു ടൈമായിട്ട് കൂടി വേണ്ട ഒരു സീരിയസ്നെസ് നിങ്ങൾ ഓണം എക്സാമിന് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വാല്യൂ ചെയ്യുക, സ്വയം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഓണം എക്സാം എന്ന് പറഞ്ഞ് കേട്ട് മടുത്തു സാർ. ഇതെന്തിനാണ് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യെസ്, മകളൊരു കാര്യം മനസ്സിലാക്കുക. ഓണം എക്സാം എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു എക്സാം അല്ലെങ്കിൽ ഓണത്തിന് നടത്തുന്ന ആ ഒരു എക്സാം എന്നുള്ള രീതിയിൽ ഓക്കെ, നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിലും ഓക്കെ, അതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ടൈമിൽ ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും, ഓണം എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ തീർക്കേണ്ട സബ്ജക്റ്റിലെ ചാപ്റ്ററുകൾ എല്ലാം നിങ്ങൾ തീർത്തിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഓണം എക്സാമിൻ്റെ മാർക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേക്കോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നമ്മളെ സർട്ടിഫിക്കറ്റിലൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ ഓണം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പബ്ലിക് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, റെഡി? അടുത്ത ക്രിസ്മസ് എക്സാമിനും ഉണ്ടാവും. ഇതിപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ് നമ്മളത് നിർത്തുന്നില്ലല്ലോ, ഇല്ലല്ലോ, അതവിടെ മാറ്റി വെക്കുന്നു. നമുക്ക് ഇനി പുതിയ കാര്യങ്ങളല്ലല്ലോ പബ്ലിക് എക്സാമിനേക്ക് വേണ്ടത്. ഇത് പബ്ലിക് എക്സാമിനേക്ക് വേണ്ട കാര്യങ്ങളാണ്. സോ ഓണം എക്സാം എന്നുള്ള രീതിക്കല്ലാതെ നിങ്ങൾ പബ്ലിക് എക്സാം എന്നുള്ള രീതിക്ക് ഈ ടൈം ആകുമ്പോഴേക്കും പബ്ലിക് എക്സാമിനേക്ക് ഞാൻ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്ന സിലബസുകൾ എന്ന് മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ. ഓക്കെ, അത് ചെയ്യാത്തവരാണ് ഭൂരിഭാഗം പേരും. ഓക്കെ, ഭൂരിഭാഗം പേരും ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുക, ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യെസ്, അയ്യോ ഞാൻ കുറച്ച് പിന്നിലാണല്ലോ, കുഴപ്പമില്ല പോട്ടെ, യെസ് ഓണം എക്സാം അല്ലേ, നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ എന്നുള്ള മൈൻഡാണ്. മക്കൾ മനസ്സിലാക്കുക, ഓണം എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും തീരേണ്ട കാര്യങ്ങൾ തീർത്തിട്ടില്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ക്രിസ്മസ് എക്സാമിനും റിപ്പീറ്റ് ചെയ്യും, പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ 50 days മിഷൻ. ഓക്കെ, അത് കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്യുക, തീർക്കുക. നിങ്ങൾക്ക് പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ ഓണം എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ തീർക്ക്. വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, വളരെ കുറച്ച്. അക്കൗണ്ടൻസിലൊക്കെ യെസ് നിങ്ങൾക്കറിയാം, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് മറ്റേ ചാപ്റ്ററിൽ ഒരു പകുതി ഭാഗങ്ങൾ, അങ്ങനെ തന്നെ എല്ലാത്തിലുള്ളത് അല്ലേ. മറ്റേത് എക്സാം കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിലും ഏറ്റവും കുറവ് നിങ്ങൾക്ക് പഠിക്കാൻ ഓണം എക്സാമാണ്. സോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കൂ. നമ്മുടെ ഈ 50 days മിഷൻ ഈ ഒരു അടുത്ത് നമ്മൾ തീർക്കും. ഓക്കെ, കഴിയും. മീൻസ് 50 days മിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ് വൺ ഷോട്ടിലൂടെ. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. റെഡി? നമ്മളിതാ ഈ ഒരാഴ്ച മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളത് കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം യെസ്, എക്സാമിനോട് അടുത്ത് നമ്മൾ മാരത്തോണും കാര്യങ്ങളൊക്കെ ചെയ്യും. റെഡി? മാരത്തോണും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ പലരും വിചാരിക്കും എന്നാ പിന്നെ എന്തിനാ മാരത്തോണിൽ ഇരുന്നാൽ പോരെ, രണ്ടിലും കിട്ടുന്ന ഒന്നല്ലേ. ഇവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്. നിങ്ങൾ മനസ്സിലാക്കുക, മാരത്തോൺ എന്ന് പറഞ്ഞാൽ മാരത്തോണിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എടുക്കേണ്ടത് മാരത്തോൺ എന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെ 50 days മിഷനെ നിങ്ങൾ എടുക്കേണ്ടത് യെസ് അങ്ങനെയാണ്. അതായത് ഇത് രണ്ടാണ്. ഈ 50 days മിഷൻ എന്ന് പറഞ്ഞാൽ യെസ്, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം കവർ ചെയ്യാനുള്ള കാര്യമാണ്. എടി, അത് കവർ ചെയ്യുക എന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ കവർ ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ ചെയ്യേണ്ട കാര്യം വന്നിട്ട് മാരത്തോണിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കുക, പലരും ചെയ്യാറില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിതാ ഓണം എക്സാമിലേക്ക് തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കുക. റെഡി? യെസ്, 10th ആണെങ്കിൽ നിങ്ങൾക്കറിയാം യെസ്, എക്സാമിനോട് അടുത്തോ അല്ലെങ്കിൽ ഒരു വൺ ഷോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ യെസ് എന്തൊക്കെയോ മാർക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ അങ്ങനെ ഒരു മാജിക് നടന്നിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മുടെ +1 +2 നടക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. +2 കുട്ടികൾക്ക് യെസ് മനസ്സിലാവും, കാരണം അവർ +1 എഴുതി വന്ന കുട്ടികളാണ്. പക്ഷെ +1 കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാവില്ല. കാരണം അതേ ഒരു മൈൻഡിലായിരിക്കും ഇപ്പോഴും, 10th കഴിഞ്ഞ സെയിം മൈൻഡിലായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അത് അങ്ങനെയല്ല. ആ ഒരു ആ ഒരു മാജിക്കും കാര്യങ്ങളും ഈ ഒരു 2 വർഷം നടക്കാൻ പോകുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ഇന്റർവെല്ലിൽ തീർത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അത് മനസ്സിലാക്കുക. റെഡി? യെസ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ ഒരു ഐറ്റം ഒക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ കാണുക. നമ്മുടെ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി
അത് യൂസ് ചെയ്യുക. ഓക്കെ, ലൈവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരിക, ലൈവിലൊക്കെ വരിക. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ച് റെഡി. ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു വൺ ഷോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് എന്നല്ല. നമ്മൾ ബാച്ചിൽ ഒരു 10 എക്കോണമിക്സിലൊക്കെ ഒരു ചാപ്റ്ററിനൊക്കെ 8, 9, 10ഓളം മണിക്കൂറുകൾ വേണം പഠിപ്പിച്ച് തീർക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വൺ ഷോട്ടിലൂടെ 2 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ തന്നെ ചിന്തിക്കാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ആ പഠിപ്പിക്കുന്നതിൽ നിന്ന്. കാരണം നമുക്ക് അത്രയല്ലേ ഒരു വൺ ഷോട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. 10 മണിക്കൂറൊക്കെ നമുക്ക് ഒരു വൺ ഷോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെഡി. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു വൺ ഷോട്ടിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെ എന്താണ്, റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കാണുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഒരുപാട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ അവിടെയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഒരു ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, 3,999 യഥാസ് ട്രിപ്പിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ഓഫറൊക്കെ മിസ്സാകാതിരിക്കുക. ഓണം എക്സാം കഴിയും, ക്രിസ്മസ് എക്സാമും കഴിയും. നമുക്ക് വേണ്ടത് പബ്ലിക് എക്സാമും അതിൻ്റെ മാർക്കും കാര്യങ്ങളാണ്. സോ അതിലേക്ക് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് മാത്രം ഓണം എക്സാമിനെ കാണുക. ഓക്കെ, ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ടൈമിൽ എത്തിയിരിക്കണം. ഓക്കെ, ആ സ്റ്റെപ്പിൽ നിങ്ങൾ കയറി നിന്നിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. ഇതുവരെ ബൈ.